ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസപ്പ് കോംപ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. Blockbuster partner MyG, co-powered by Dr. Mom's Khairali TMT. Cosmetic partner Dazzler Eterna. Breakfast partner Eastern and electronic partner Pittapallil Agencies. കല്ലു മാത്തു, ഇന്ന് ലോക വനിതാ ദിനമാണ്. നമുക്കറിയാം ഒരുപാട് ഉരുക്ക് വനിതകളെ സൃഷ്ടിച്ചുള്ള നാടാണ് നമ്മുടെ. ഇപ്പോ ഇന്ദിരാഗാന്ധി ആണെങ്കിലും അതിനു മുമ്പ് സരോജിനി നായിഡു ആണെങ്കിലും ഇപ്പോ മേരികോം ആണെങ്കിലും ഇടിക്കൂട്ടിലൊക്കെ വിസ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് വനിതകളുണ്ട്. നമുക്ക് സർവ്വ വനിതകൾക്കും ഒരു വലിയ സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഇത്തവണത്തെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. നമ്മളെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അതെ, കുറച്ച് ആൾക്കാർ ഇവിടെ ഇടത് വെച്ച് വന്ന് നിൽക്കുന്നുണ്ട്. അതെ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. മാത്തുവിന് ഒരു കാര്യം അറിയോ? വീണ്ടും ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് പേര് ഇന്ന് ഇതിനകത്ത്. തീർച്ചയായിട്ടും അവരവരുടെ രംഗത്ത് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന 6 ഉരുക്ക് വനിതകൾക്കും സ്വാഗതം ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലേക്ക്. ബ്ലസ്സി, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളുടെ അടുത്ത താരം ആരതി മുമ്പ് ഇരുന്ന മാതിരിയേ അല്ല അല്ലെ ഇപ്പൊ ഇരിക്കുന്ന നോക്കി. വേറെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വേറൊരു അറ്റയർ പിടിച്ചിരിക്കാം. പൂക്കാലം വരവായി എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞാണല്ലോ വന്നേക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ ബ്ലാക്ക് ഡ്രസ് പെൺകുട്ടികൾ ഇടുന്ന സമയത്ത് കിട്ടുന്ന ഒരു എലഗൻസ് ഉണ്ടല്ലോ, അത് എല്ലാ പെൺപിള്ളേരെയും മുഖത്ത് നോക്കിയിട്ട് പറയുന്ന ഇതിൽ വീഴുവരും. വീഴരുത് പ്ലീസ്, ആരതി വീഴരുത്. ശരി, ഇത് ഇരട്ട കുട്ടികളുടെ അച്ഛനോ? നമ്മുടെ എപ്പിസോഡിൽ ഉണ്ടെന്ന് കേട്ട വഴിയിട്ടല്ലോ. ഓ രക്ഷപ്പെട്ടു, പകുതി ഇനി അവള് നോക്കി. അതായത് നീ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ജിൽ ജിൽ ജില്ലാണ്. നമ്മൾ പോസിറ്റീവ് വൈബ് അങ്ങോട്ട് നിന്നെ എനിക്ക് മാത്രം പോരല്ലോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരായിരുന്നോ? ഈ തവണ ആലീസിനെ റബേക്ക സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ചേച്ചിയോ? ചേച്ചി റബേക്കയ്ക്ക് പ്രായം കുറച്ച് കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ് ഈ ചേച്ചി. അല്ലെങ്കിൽ ഇവിടെ ഈ ചേച്ചി വെളിയിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? നിങ്ങൾ നിർത്താം, റബേക്ക നിർത്താം. ആലീസെ അത്രയ്ക്ക് പ്രായമുണ്ടോ ആലീസിന്? അത്രയ്ക്കൊന്നും ഇല്ല, പക്ഷെ എന്റെ ഇളയതാണ്. ഞാൻ ബഹുമാനം കൊണ്ട് ചേച്ചിന്ന് വിളിക്കണ്ട. ആലിസേ ആലിസേ എന്ന് വിളിച്ചാൽ ശരിയാവില്ലല്ലോ. യെസ്, നമുക്ക് മേഘനിലേക്ക് വരാം. മേഘന നിൽക്കുന്നുണ്ടോ? മറ്റേ ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇതെന്താ കടന്നൽ കൂടാ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? സ്റ്റൈലാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കടന്നൽ കൂടെന്നൊക്കെ പറഞ്ഞതിനെ അധിക്ഷേപിച്ചു. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് വരുന്നുണ്ടല്ലേ, വനിതാ ദിനത്തിൽ പ്രോഗ്രാമിൽ വന്ന സീരിയൽ നായികയോട് മാത്തുക്കുട്ടി ചെയ്തു. എന്റെ പൊന്നേ. സാധാരണ ആളുകൾ എല്ലാവരും ബഹ്റിൻ എന്ന് പറയും, പക്ഷെ ബേറിൻ എന്ന് പറയുന്ന നായിക ലക്ഷ്മി എന്ന് പറഞ്ഞ് കുറെ കാലം കേട്ടിട്ട് പറയില്ല. ഇന്ന് റോക്ക് ആൻഡ് റോളിലെ ഇവരെ ഞെട്ടിക്കാനായിട്ട് ആദ്യത്തെ റൗണ്ട് ഇതാര്? വാര്യപ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? ഇതാരാ? വാര്യപ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? കുട്ടികൾക്ക് എല്ലാവർക്കും രേഷ്മ നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. കാര്യങ്ങൾ കൂടുതലൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. രേഷ്മ റെഡിയല്ലേ? തുടങ്ങിക്കോളൂ. തീരെ 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 തുറിച്ചുളും തൂ തീരെ തീരെ തിരുമരത്തിളും തൂറു കരച്ചളം കേറുചരളം കേ. ആരാണ് ആദ്യം? പല്ലവി 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 9 8 7 6 5 4 3 2 1. നിങ്ങളുടെ ചാൻസ്. കുട്ടനാടൻ കായലിലെ കച്ചുവെള്ളം കഴിയുമ്പോൾ പാട്ടൊന്ന് പാരടി കാക്ക തഴമ്പി അന്തിക്കൊടം കാമത്തി ഞാൻ ഇളം കള്ള കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കൊയിലേ പുള്ളിക്കൊയിലേ.
പഴങ്കഥ പറയടിക്കട്ടെ. അടുത്ത പാട്ട്. ನೂರಿಯನ್ನೇ ಲಿಂಗಪ್ನ ಸೊ ತೇಳಿತ್ತು ಗೀತು ഗുമ്യാകികാകേലേ വന്നു നേർപ്പൂ മതി 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 മതി. എന്തിനായി നിന്നിടം കണ്ണെത്താടം തുടിച്ചു ആണോ? പൊളിച്ചോ? അടിപൊളി. Wow! ഒരു കാര്യം പറയട്ടെ, ഇത്രയും നേരം ഉത്തരം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മളെയൊക്കെ ഉത്തരം പൊട്ടിച്ചിരിക്കുകയാണ് ഈ ഡാൻസ് കൊണ്ട്. അതാണ്. പൊളിച്ചു മോനെ, പൊളിച്ചു. ഇനി വേഗം ചെന്ന് ആ സ്റ്റൂളിലേക്ക് കയറിക്കോ, എന്നിട്ട് ആ സ്റ്റൂളിലേക്ക് കയറിക്കോ. ശരി, നമുക്ക് അടുത്ത പാട്ട് പോവാം. പ്രിയലിലിവേപ്പു നീലിമേഞ്ഞാൽ വാത്തുൽ ബത്തുൽ തത്തോ 10. ഗമ്മൽ നീച്ചിയണ്ടേ നീ തീരം മലാസിൽ ബിത്തുൽ തത്തോ 8 7 6 5 4 ചിലമ്പൊലിക്കാറ്റേ ചിലമ്പൊലിക്കാറ്റേ മിന്നട്ടെ പൊളി പൊളി, ഒന്നൊന്നര പൊളി. ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഞാൻ പറഞ്ഞേ വരും. അടുത്ത പാട്ട്. പൂൾഗരുക തർന്നിൽ ഭിന്നാമ്പിത്തുതുന്നവാ പാച്ചുളത്തിവും തുമ്പത്തൂളും അടക്കപ്പൂ 9 ഒരു കാതിലോല ഞാൻ കണ്ടില്ല. കാതിലോല കണ്ടില്ല. ക്ലാസിക്കല് വാ. ഈ ഷോ തുടങ്ങിയിട്ട് 5 മാസമായി. എവിടെയായിരുന്നു ഇത്രയും കാലം? ഒന്ന് വന്ന് കിട്ടണ്ടേ. ഇത് ലോക്ക്ഡൌണും കൊറോണ ഒക്കെ ആയതുകൊണ്ട് അടച്ചുപൂട്ടി ഇട്ടേക്കില്ലായിരുന്നു. എന്നാ അവിടെ പോയി നിന്നോ? ഡൊമുക്കണപ്പി നിനന്തി എളികിൽ ഗലിഞ്ചക്കോ നീണ ഇൽനവ കീ ബൈറ്റുക്കനങ്ങറളക്കോ. ആരാണ് ഒന്ന്? 9 8 പാടിക്കോ, ബാക്കി പാടി. 7 6 5 4 3 2 1. ടൈം ഔട്ട്. ടീം സി. ടീം സി. പതിയെ പതിയെ. ബാക്കി പാടും. 7 ബാക്കി കൂടെ പറയാമോ? 6 5 4 3
3. Time out. എൻകരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും മതരാം രാക്ഷസി. താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും മതരാം രാക്ഷസി. കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും മതരാം രാക്ഷസി. തുടക്കം വിട്ടില്ലേ എന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ, കിഴക്കമെന്താണ് എന്റെ എന്താണ് നോക്കി. അതെ, ഇതിനിടയ്ക്ക് മാത്തുക്കുട്ടി ആരതി ഭീകര ഡാൻസ്. അതല്ല, ഇത് ആ സ്റ്റെപ്പ് ഒന്ന് കാണിക്കേ, ഒന്ന് മാത്തു. കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാലും മതരാം രാക്ഷസി. നിർത്തണേ, ബ്ലസ്സിക്ക് ചെറിയ തലകറക്കം. ഓക്കെ ആണോ? ആവേശം കൂടി പോയതുകൊണ്ടാ. പൊരിക്കട്ടാരൊച്ചവാ ഗಂಟ പൊരൊരിക്കട്ടൊക്ക ഞാടിന്റെ തൊണ്ടി മുണ്ട കടിയാവാ ശമിൽ ശവല വീണ ആ ലിഷട കല വീണ ആ ലുവല പൊന ഈ ചിമ്പേ ചീരാമു 10 9 ആട്ടുപ്പെട്ടി വച്ചക്കുളം ആട്ടുപെട്ടി വാട്ടുക്കുളം പല്ലവി അരച്ചിനെ ദോശ ചുട്ടോളാം. വാളെടുത്താൽ ചെങ്കപ്പുലി വേലെടുത്താൽ ചിങ്കപ്പുലി അപ്പൊ എന്തായാലും ഈ റൗണ്ടിന്റെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ടീം എ ബിയെ മറികടന്ന ടീം സി. ചിങ്കടി ചിങ്കാലേ മീനാച്ചി ചിങ്കടി ചിങ്കാലേ കൊല്ലകം പോണ പൊക്ക് പാറ് ചിങ്കടി ചിങ്കാലേ. ഇത് ഭാഷ മനസ്സിലാക്കി. ശരി, അപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് രേഷ്മയ്ക്ക് ഒരു കൈയടി കൊടുത്തിട്ട് ഈ റൗണ്ട് അവസാനം ഏറ്റവും തരിപ്പുള്ള ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലെ റൗണ്ട് വരുന്നു. തരിപ്പ് സിംഹാസനം വന്ന സ്ഥിതിക്ക് നോക്കാം. അപ്പൊ നമ്മൾ മത്സരം ആരംഭിക്കാൻ പോകുന്നു. 3, 2, 1. കാത്തിരുന്ന പെണ്ണല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ കാത്തിരുന്നു പെണ്ണല്ലേ തമരടിക്കുന്ന കാലമായടി തമരടിക്കണ കാലമായടി തമരടിക്കണ കാലമായടി മിണ്ടാതടി കുയിലേ ഒന്നും മിണ്ടാതെ കുയിലേ കുയില് 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 കുയില്
മിണ്ടാതടി കുയിലേ. കുയില് മനസ്സിലായിട്ട് മുന്നേ എന്തോ പറഞ്ഞു. മിണ്ടാതടി മിണ്ടാതെടി കുയിലേ കണ്ണനുണ്ണി ഉറങ്ങണം ഓക്കെ പൊളി. അറിയാതെ 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 ഇങ്ങ് നോക്ക്. അറിയാതെ 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 ഈ പവിഴ അറിയാതെ അറിയാതെ കണ്ണിനുള്ളിൽ നീ കൺമണി. കണ്ണിനുള്ളിൽ നീ കൺമണി. കണ്ണിനുള്ളിൽ നീ കൺമണി. കണ്ണിനുള്ളിൽ നീ ഉണ്ണിയല്ല കണ്ണിനുള്ളിൽ അകത്ത് ആ കണ്ണിനുള്ളിൽ അയ്യോ കണ്ണിനുള്ളിൽ നീ കൺമണി. അരികത്തായാരോ ആരല്ല ഇങ്ങോട്ട് നോക്ക്. അരികത്തായാരോ അതോ നിന്റെ മനസ്സാണോ. ഓ കഴിഞ്ഞു. പീസ് അടിച്ചു പോയോ മാത്തു? കല്ലു ഞങ്ങളെ പുകഴ്ത്തി പറയൂ മാത്തു, ആരതിക്ക് എന്തോ ജ്യോതികയോട് പറയാനുണ്ട്. കൂടെ അങ്ങോട്ട് നോക്കണ്ടായിരുന്നു ചോദിക്കാനെ. ജോ ഇവിടെ ജോ നിന്നോട് എന്തോ ഞാനും ശ്രദ്ധിച്ചു. അവിടുന്ന് ഇങ്ങനെ കറക്കി തരിപ്പ് കൂടുതൽ കൊടുക്കുന്നത്. സത്യത്തിലുണ്ടല്ലോ ഇത് ഞാനോ മാത്തോ ചെയ്തിരുന്നെങ്കിൽ ഇത് പീഡനമായി മാറിയാൽ. നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ട എന്തൊക്കെ കേൾക്കേണ്ട വന്നാലേ. ശരി, അപ്പൊ അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ടീം ബീനെ വിളിച്ചാലോ? ധരിപ്പ സിംഹാസനത്തിലേക്ക് എഴുന്നള്ളനായിട്ട് ടീം ബിയെ ക്ഷണിക്കുന്നു. മണിക്കല്ലാൽ മെഞ്ഞുമനഞ്ഞേ മാനത്തെ മാണിക്കല്ലാൽ മേഞ്ഞു മേനഞ്ഞേ കൊട്ടാരം മാണിക്കല്ലാൽ മേഞ്ഞു മേനഞ്ഞേ മണിക്കല്ലാൽ മേഞ്ഞു മേനഞ്ഞേ കൊട്ടാരം ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ചേമന്തി ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്. ചേമന്തി ചേലും കൊണ്ട് ചമ്മന്തി ചമ്മന്തി തൊട്ട് നോക്കി കാണിച്ചോളി. ചമ്മന്തി അല്ല തെറ്റിക്കാൻ ചേമന്തി ഇല്ല കുഴിമന്തി ആയിരിക്കും. ചേമന്തി ചേലും കൊണ്ട് മോഹിച്ചിട്ടും പെണ്ണാണ്. ചേമന്തി ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ്. ഈ ചേമന്തിയുടെ ആക്ഷൻ കാണിച്ച് ചെവി കേട്ടോടാ എന്റെ പൊന്നോ. മോഹൻലാലാണ്. കാടണിയും കാൽച്ചിലമ്പേ എന്തോന്ന് കാടണിയും നോക്ക്. കൊച്ചിലെ ഡാൻസ് പഠിക്കണായിരുന്നു. മനോരഞ്ജിനി ഇപ്പൊ അറിയില്ല, പിന്നെ തരാം.
വന്നല്ല സമ്മാനം എന്നെ നോക്ക്, എന്നെ നോക്ക്. മതസമ്മാനം. അതാണ് 108 വിളിക്ക്. ഞാൻ ഇവിടെ കിടന്ന് മരണവെപ്രാളത്തിൽ കറണ്ടടിച്ച് ചാകാൻ നിൽക്കുമ്പോ ഇവിടെ പഞ്ചാര ആ കുട്ടി നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോ നമ്മളൊരു ഉത്തരം പറയണ്ടേ? അതെ, അത് വനിതാ ദിനമാണെങ്കിലും മാത്തുക്കുട്ടിയുടെ ഒരു സ്വഭാവം അതാണ്. അതായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇനി പ്രതികാരമുള്ളത്, ഈ കറണ്ട് ഇങ്ങനെ തരുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിന് ഈ ചേലെടുത്ത് 2 കറണ്ട് അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്യും. ഒരു ദാക്ഷിണ്യമില്ലാതെ കളിക്കാൻ വരുന്ന കുട്ടികളെ നിരന്തരമായി പ്രകമ്പനം കൊള്ളിക്കുന്ന ഞങ്ങളുടെ വക വനിതാ ദിനത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഈ വനിതാ ദിനത്തിൽ നമ്മളൊരു സ്പെഷ്യൽ പരിപാടി നടത്താനായിട്ട് പോവുകയാണ്. ഇത്രയും കാലം ഇവിടെ വരുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തരിപ്പ് കൊടുത്തുകൊണ്ടിരുന്ന ജോ ഈ തവണ തരിപ്പ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ് മക്കളെ. പിന്നെ ഇതിന്റെ രസം എന്ന് വെച്ചാൽ നീ പാട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ പാടി കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടെ റബേക്ക കുട്ടി പാട്ടുകൾ പാടിത്തരും. ആ വരി അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റബേക്ക കുട്ടീനെ കേൾപ്പിക്കാം. അഭിനയം അതെ, ഞാൻ അഭിനയിക്കുന്ന പോലെ തന്നെ അഭിനയിച്ച് കാണിക്കണം കേട്ടോ. അതെ, പ്ലസ് റബേക്ക എപ്പോ നിർത്താൻ പറയുന്നു അപ്പൊ മാത്രമേ നമ്മൾ തരിപ്പ് നിർത്തുള്ളൂ. തുടങ്ങുവാണേ, റെഡി? 3, 2, 1 റബേക്ക. സുഖമാണി നിലാവ് പാടൂ. അഭിനയം കുട്ടി, അഭിനയത്തിൽ ശ്രദ്ധിക്കൂ. അങ്ങനെ പാടൂ. സുഖമാണി. ഈ കുട്ടി ശരിയാവില്ല സാർ, ഈ കുട്ടി ശരിയാവില്ല. പാട് പാട്. ഓക്കെ, ഫസ്റ്റ് വരി ശരി. പോയി സെക്കൻഡ് വരി പോയി. ആ കണ്ടെന്തോ കണ്ടല്ലോ. അയ്യോ, എനിക്ക് പെട്ട സിനിമ ആവണ്ട. വരുമ്പോ കുറച്ചുകൂടെ നമുക്ക് വരാൻ തോന്നണ്ടേ, അതുപോലെ വിളിക്കൂ. വരാൻ തോന്നുന്ന രീതിയിൽ വിളിക്കൂ. വരുമ്പോൾ ആരും വരില്ല. അരികിൽ നീ വരുമ്പോൾ, അരികിൽ നീ വരുമ്പോൾ എന്ത് രസമാണ് വിളിക്കുന്നത്. ഇതില് വല്ല രസമൊന്നുമില്ല സന്ധ്യ വിളിയില്. എന്ത് രസമാണി, എന്ത് രസമാണി ഈ കുട്ടി ശരിയാവില്ല. സത്യത്തിലുണ്ടല്ലോ, ഇത്രയും മനസ്സുഖം ഈ പരിപാടിക്ക് വന്നിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് വരെ കല്ലു മാത്തു. അപ്പൊ എന്തായാലും MJ ജോക്കി അവിടെ നല്ലൊരു പണി അവിടെ നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. ഇതുവരെ അവളെ എണീറ്റ് നിൽക്കായിരുന്നു, ഇപ്പോഴാണ് ശരിക്കും അവളെ ഇരുത്തിയത് നമ്മള്. ഇത്രയും നേരത്തെ നമ്മുടെ എപ്പിസോഡില് ഏറ്റവും അധികം പ്രേക്ഷക പ്രീതി പറ്റി നിൽക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടികൾ വരുന്നുണ്ട്. വിളിക്കല്ലേ? ചെന്നൈ ബെറി മണിമുറ്റത്താവണിപ്പന്തൽ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ കൊച്ചു കൊച്ചു ഒരു കൊച്ച് സ്വപ്നം. സ്വപ്നത്തിൽ പാട്ടറിയില്ല. ഒരു സ്വപ്നത്തിൽ അത് ബെറിന, ബെറിൻ. ഒരു കൊച്ചു സ്വപ്നത്തിൽ അറിയില്ല, പാട്ടറിയില്ല. നിനക്കെന്റെ മനസ്സിന്റെ മലരിട്ട നിനക്കെന്റെ മനസ്സ് നിനക്ക് എന്റെ മനസ്സിന്റെ എന്റെ ഈശോയെ മനസ്സിൽ നിനക്കെന്റെ മനസ്സിന്റെ നിനക്ക് എന്റെ നീ എന്റെ നിനക്ക് എന്റെ നീ എന്റെ നിനക്ക് ഞാൻ നീ നാക്ക് നീ നിനക്കെന്റെ മനസ്സിനോട് നിനക്കെന്റെ മനസ്സിന്റെ കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം
കുന്നത്തെ കൊന്നയ്ക്കും കുന്നത്തെ പാട്, പാട്. പാട്. കുന്നത്തെ കൊന്നയ്ക്കും മോതിരം ഞാനും എന്റെ ആളും 40 പേരും ഞാനും എന്റെ ആളും എന്റെ ആളും 40 പേരും 40 പേരും പാട് ഞാനും എന്റെ ആളും 40 പേരും പൂമരം ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ ഒരു വേനൽ പുഴയിൽ തെളിനീർ പറയട്ടെ നിനക്കെന്റെ മനസ്സിൽ നിനക്കെന്റെ മനസ്സിന്റെ നിനക്കെന്റെ മനസ്സിന്റെ മലരിട്ട വസന്ത നിനക്കെന്റെ മനസ്സിന്റെ മലരിട്ട വസന്തത്തിൽ. അതല്ലുള്ളൂ കഴിഞ്ഞില്ലേ മെനഞ്ഞു തരാ അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ്, കുറച്ചു നേരം ചെവിക്കൊരു സ്വൈര്യം തരും. ഇവിടെ എന്തായിരുന്നു? എന്തു പറഞ്ഞാലും ആ ലിപ്പ് പിടിക്കാൻ ഇതുപോലൊരു ഐറ്റം ലോകത്ത് ഇനി ഉണ്ടാവണം. അതാണ്. രണ്ടുപേർക്കും ഒരു ഗംഭീര കൈയടി, മേഖലയ്ക്കും നമ്മുടെ ബേറിനും. അപ്പൊ അവിടെ ചെന്നിരുന്നോ, അതിന്റെ നമ്മൾ മത്സരത്തിന്റെ ഫലം പറയും. അതെ ചെല്ലേ മാത്തു, യെസ് കലു. തരിപ്പ് സിംഹാസനം കൊള്ളാട്ടോ. അതെ, ഗംഭീര പരിപാടിയാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ തരിപ്പ് സിംഹാസനത്തിന്റെ റിസൾട്ട് പറയാനുള്ള സമയമായി. 3 പേര് മത്സരിച്ചു. 3 മിനിറ്റ് ആയിരുന്നു നമുക്കുള്ള സമയം. പക്ഷെ ഇതിൽ ഏറ്റവും രസമുള്ള വസ്തുത എന്താന്ന് വെച്ചാല് ഈ 3 മിനിറ്റിനുള്ളിൽ 3 ടീമുകളും കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അത് കാരണം കൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ടീം ഏതാണെന്ന് വെച്ചാൽ ടീം എ, ബി, സി. ആരാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ടീം എ അല്ല, ബി അല്ല, ടീം സി. ചിങ്ങടി ചിങ്കാലേ അവിനാച്ചി ചിങ്ങടി ചിങ്കാലേ ഉലകം പോണ പോക്ക് പാറ് ചിങ്ങടി ചിങ്കാലേ ചിങ്ങടി ചിങ്കാലേ മീനാച്ചി ചിങ്ങടി ചിങ്കാലേ ഉലകം പോണ പോക്ക് പാറ് ചിങ്ങടി ചിങ്കാലേ പോക്ക് പോറ് ജിങ്കിരി ജിങ്കാലേ. അത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ 2 റൗണ്ടുകളിൽ വിജയിച്ചിരിക്കുന്നത് ടീം സി. മാത്തു, യെസ് കലു. കുറെ സാധനങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. എന്താ സംഭവം ഇത്? ഇപ്പോഴാണ് ശരിക്കും സ്റ്റേജിന് ഒരു നിറവ് വന്നേട്ടോ. അതെ, ഇതൊരു സാധാരണ റൗണ്ട് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടി ഐറ്റ് ഇതിനകത്ത് കയറി കഴിഞ്ഞാല് കുറച്ചുകൂടി രസമാവും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതിന്റെ മത്സരത്തിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ LED വാളിൽ 3 പാട്ടുകൾ കാണിക്കും. ആ 3 പാട്ടുകളിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളെ നമ്മൾ ഇവിടെ അടുക്കി വെക്കണം. അതായത് 1, 2, 3 സ്റ്റാൻഡിലായിട്ട് നമ്മളിവിടെ അടുക്കി വെക്കണം. ആ അടുക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലുള്ള ഒരാള് ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഒരാള് അവിടെ നിന്ന് ഓടിപ്പടക്കി ഈ കാര്യങ്ങളെല്ലാം അടക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ടാവും. ആ അടുക്കി പറക്കുന്നതിനിടയ്ക്ക് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഈ ബോൾ ഇങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 3 മിനിറ്റിനുള്ളിൽ ഈ മത്സരം നമ്മൾ പൂർത്തീകരിക്കണം. അവിടെ ആ മണി ഉണ്ടല്ലോ, ആ മണിയിൽ കറക്റ്റ് അടിക്കുന്ന സമയം വരെ ഇതിങ്ങനെ കൃത്യമായിട്ടിരിക്കും. കല്ലു, ആളൊരുങ്ങി അരങ്ങൊരുങ്ങി മത്സരിക്കാൻ വേണ്ടിട്ട് മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ റെഡിയാണ്. അതെ, തുടങ്ങല്ലേ മാത്തു? ഇതിനകത്തെ ഈ ഗെയിമിൽ മാത്രം നമ്മുടെ ഒരു സഹായം അവർക്ക് ആവശ്യമില്ല. അതെ, നമുക്ക് അവിടെ നിന്ന് കളി കണ്ടാൽ ജോഡെടുത്ത് പോയിട്ട് അവിടെ മറ്റേ സ്റ്റൗവിന്റെ മുമ്പിൽ പോയി തുടങ്ങാണ്. 3, 2, 1 LED wall. Your time starts now. നരൻ പൃഥ്വിരാജ് ബോർഡിലേക്ക് അടിച്ച് ബോർഡ് തകർത്തത്. വീട്ടിക്കോ. കളിയാണ്. സമയാവുന്നു, സമയം 1 മിനിറ്റ് പൂർത്തിയായിരിക്കുന്നു. ചേച്ചി പോയിട്ട് വിടണ്ടായിരുന്നോ? ഭാവനയില്ല 3 കൊട്ട ബോള് തന്നിട്ടുണ്ട്. ഇത് ചോദിക്കുന്ന ബോള് ബോളേ ഉള്ളൂ. അടി റെഡി. അടുത്ത 3 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. 2 മിനിറ്റ് വെച്ചോ.
ഇനി ഒരു ബോർഡ് കൂടി വെക്കാനുണ്ട്. മണിയടിക്ക് ഏറ്റവും ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് കാറ്റടിത്തണലും. കാറ്റടിത്തണൽ എന്ന് പറയുന്നത് ക്ലാസ്മേറ്റ്സിലെ പാട്ടാണ്. എനിക്ക് തോന്നുന്നു കാവ്യ മാധവൻ ഉണ്ട് ആ പാട്ടില്, നരയനുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്. കറുപ്പിനഴക് സ്വപ്നക്കൂട്ടിലെ പാട്ടാണ്. മീര യാസ്മിൻ ഉണ്ട്, ഭാവനയുണ്ട്, ജയസൂര്യ ഉണ്ട്. പാട്ടില് 3 പേരും ഉണ്ട്. പിന്നെ വെണ്ണില ചന്ദനക്കണ്ണ് എന്ന് പറയുന്ന പാട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഈ മഞ്ജു വാര്യർ അവിടെ വരുമോ. അപ്പൊ അത് കാരണം കൊണ്ട് തൽക്കാലം 3-ൽ 2 മാർക്ക് മേടിച്ച ടീം എ മടങ്ങുന്നത്. കൈയടിച്ചോ. ഇനി ടീം ബിയുടെ പ്രകടനമാണ്. ടീം സി ആണ് നിങ്ങളെ തകർക്കാനായിട്ട് വരുന്നത്. അപ്പൊ ടീം ബിയിലാരാണ് ബെൽറ്റ് കിട്ടി അവിടെ ഗോളിയായിട്ട് നിൽക്കുന്നത്? ഒരു ഗോളി. ഓക്കെ, അപ്പൊ കളി തുടങ്ങാൻ പോവാണ്. കുരിശ് വരച്ച അവിടെ ഗോളി നിൽക്കുന്നുണ്ട്. റെഡിയാണല്ലോ? 3, 2, 1 LED വോൾ. ഇന്നലെ എന്റെ നെഞ്ചിലെ നീ വെച്ചതൊക്കെ പൊളിഞ്ഞു. ഒന്നുകൂടി എടുത്ത് വെക്കേ. ഇന്നലെ എന്റെ നെഞ്ചിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒക്കെ പോയിട്ടോ, ഒക്കെ പൊളിഞ്ഞാലും പോയി. പാട്ട് കറക്റ്റ് ആണോ? ഇന്നലെ വേറെ ആരൊക്കെ ഉള്ളത്? ഇന്നലെ എന്റെ നെഞ്ചില് ഗോളി ഫുൾ റെഡിയാണ്. ഗോളി തന്നെ അത് മറിച്ചിട്ട്. അതെ, മറ്റേ സെക്കൻഡ് സോങ്ങില് വേറെ ആരൊക്കെ ഉള്ള? ഒരു മിനിറ്റ്. ബോൾ നെഞ്ചില് എന്റെ നെഞ്ചില് മോഹൻലാലുണ്ട്. അതെ, ലാലേട്ടനെ ഞാൻ 3 ആയിട്ട് ഷെയർ ചെയ്യേണ്ടി വരുമോ? ബുദ്ധി ഉപയോഗിക്ക്. 2 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. അയ്യോ, ഇന്നലെ എന്റെ നെഞ്ചില് ഇന്നലെ എന്റെ നെഞ്ചിലെ പുള്ളിക്കാരനുണ്ടോ നോക്കിയാലോ? പുള്ളിയില്ലെങ്കിൽ വേറെ ആരെ വെക്കും? ഇവർ രണ്ടുപേരും മാത്രം. കണ്ട വലിയ സൈസ് ഒന്നുമില്ല, ഒരു പിറുങ്ങ. പക്ഷെ കാണിക്കുന്ന പൊന്നോ ഒരു രക്ഷയില്ല. എത്ര പ്രാവശ്യം ആ പാവങ്ങളെ തകർത്തെന്നറിയാമോ? വൺ സ്ട്രൈക്കറാണ് കേട്ടോ. നല്ല ഗംഭീരമായിട്ടാണ് ബോള് പ്ലേസ് ചെയ്തത്. അതെ, എവിടെ ഗോളി പെടാപ്പാടോട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് കിട്ടി നെഞ്ചത്ത്. ദാംതനക്ക ദില്ലം വിജയകുമാർ, കലാഭവമണി, ജഗതി 3 പേരും ആ പാട്ടിലുണ്ട്. ഒരു സംശയമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ മേലെ വെള്ളത്തിങ്കളാണ്. അതിനകത്ത് തന്മാത്രയിലെ പാട്ടാണ്. മോഹൻലാലുണ്ട്, നായികയുണ്ട്, മകനുണ്ട്. 3 പേരും റെഡിയാണ്. പിന്നെ ഇന്നലെ എന്റെ നെഞ്ചില്, ആ നെഞ്ചിലാണ് അവിടെ അടി കിട്ടിയത്. നെടുമുടി വേണു, ദേവയാനി 2 പേരുണ്ട്. പക്ഷെ സുകന്യ ആ സിനിമയിലുണ്ട്. അത് മാത്രമല്ല, റബേക്ക ഒരു നായകനെ എടുത്തോണ്ട് വന്ന സമയത്ത്, നമ്മുടെ സുധീഷേട്ടനെ എടുത്തോണ്ട് വന്ന സമയത്ത് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. എന്ത് കാര്യത്തിനായിരുന്നു അത്? അല്ല, ബോൾ വരുന്ന ആളെ നോക്കണം. എനിക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ ആള് വയസ്സായും കൂടെ ഇരുന്നപ്പോ പിന്നെ ഫുൾ ഫോട്ടോ കൊണ്ട് വെച്ചിട്ടാണ് ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മത്സരം പൂർത്തീകരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം.
നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ട് മത്സരം പൂർത്തീകരിപ്പിക്കുക നിങ്ങളുടെ എന്നതാണ് നിങ്ങളുടെ നമ്മുടെ ലക്ഷ്യമല്ലേ? അപ്പൊ നിങ്ങൾ 3-ൽ 2 മാർക്ക് നേടി വീണ്ടും അങ്ങോട്ടേക്ക് മടങ്ങുകയാണ്. ഇനി നിങ്ങളാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്, അവരാണ് അവിടെ നിൽക്കാൻ പോകുന്നത്. ആരാണ് ഇവിടെ ബെൽറ്റ് ഇട്ട് നിൽക്കുന്നത് ഗോളിയായിട്ട്? വാവ്, വലിയ ഗോളിയാണല്ലോ, നല്ല പൊക്കമുള്ള ഗോളിയാണ്. ഓക്കെ, നിങ്ങളുടെ സമയം തുടങ്ങാണ്. 3, 2, 1 LED wall. ഞാനാണ് ഇവിടെ അധികാരി. രണ്ടാമത്തെ പറഞ്ഞേ. രണ്ടാമത്തേത്, മൂന്നാമത്തേത്, മൂന്നാമത്തെ ഞാൻ പറഞ്ഞ സോറി രണ്ടാമത്തെ ഞാൻ ഈ പറയുന്നത്. എന്ത് തേങ്ങയാണ് പറയുന്നത്? മര്യാദ സാധനമാണ്. ഒരു പാട്ട് പോലും കറക്റ്റ് ആയിട്ട് വെച്ചിട്ടില്ല ഇപ്പോഴും. ഇതൊരു ഫസ്റ്റ് പാർട്ട് ഏതാണ്? 2 മിനിറ്റ് പൂർത്തിയായിരിക്കുന്നു. ചേച്ചി ടീം സി കലാഭവൻ മണി. ഗുഡ്, നല്ല സേവ് ആയിരുന്നു. സമയം തീരാറായി, സമയം തീർന്നു. സമയം തീരുന്നു. മോളെ ചേച്ചി ഇങ്ങ ഫസ്റ്റ് കിട്ടി. ഫസ്റ്റില് ആ പുള്ളിക്കാരത്തി, ആ മഡോണ സെബാസ്റ്റ്യനോ, ആ പുള്ളിക്കാരത്തി. ഇല്ലില്ല, ഇതോ ആ അന്ന് തോന്നു ഞാനാണ് 9, ആ പുള്ളിക്കാരത്തി അന്ന് തോന്നുന്നു. 8, 7, 6, 5, 4, 3, 2, 1. ഇവര് 2 പാട്ടിന് വേണ്ടിയേ ശ്രമിച്ചുള്ളൂ. 2 പാട്ട് കറക്റ്റ് ചെയ്തു. അതെ. പക്ഷെ അത് കറക്റ്റ് ആയോ? അത് കറക്റ്റ് ആയതുമില്ല. ഇല്ല. പോയി. അതായത് ഫ്രണ്ട്സിലെ പാട്ടാണ് ഒരെണ്ണം കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്, തങ്കത്തിന പൊങ്കൽ. പക്ഷെ അത് നടക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്, മീനയുടെ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. ആ കൊട്ടാരത്തിൽ ദിവ്യ ഉണ്ണിക്ക് സ്ഥാനമില്ല. എന്തായാലും ഇതിന്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ 2 എണ്ണം അറ്റംപ്റ്റ് ചെയ്തു, 2ഉം വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇതാ മടങ്ങുന്നു ടീം സി സംപൂജ്യരായി. ടീം സി ടീം ബി ആയി മടങ്ങുന്നു. മാത്തും മൊത്തം കൺഫ്യൂഷനായി മാത്തും. പക്ഷെ എനിക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം ടീം സി അതിദാരുണമായി പരാജയപ്പെട്ട സ്ഥിതിക്ക് ടീം ബിയും ടീം എയും തമ്മിലാണ് മത്സരിച്ചത്. എന്റെ ഒരു കണക്ക് കൂട്ടിനനുസരിച്ച് ടീം എ പൂർത്തീകരിച്ചത് 2 മിനിറ്റും 58 സെക്കൻഡും എടുത്തിട്ട് 2 പാട്ടുകളാണ്. അതേപോലെ തന്നെ ടീം ബിയും 2 പാട്ടുകളാണ് പൂർത്തീകരിച്ചത്. അവരെടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മിനിറ്റിനും 58 സെക്കൻഡിനും മേളിലാണോ താഴെയാണോ? ടീം ബി എടുത്ത ടൈം 2. ടീം ബി എടുത്ത സമയം 2 മിനിറ്റും 40 സെക്കൻഡും വിന്നറായിരിക്കുന്നു ടീം ബി. മാത്തു, യെസ് കല്ലു, അവിടെ യുദ്ധത്തിന് കാഹളം മുഴക്കി കഴിഞ്ഞു. യെസ്, ഇതൊന്നും അറിയാതെ ഒരു ടീമേ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം.
സാധാരണ എല്ലാ തവണയും മാത്തുക്കുട്ടിയുടെ സുഹൃത്തുക്കളാണ് ഈ റൗണ്ടിലേക്ക് വരാറുള്ളത്. സ്വാഭാവികമായി. പക്ഷേ ഇത്തവണ എന്റെ കൂട്ടുകാരിയാണ് ഈ റൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ പേര്? ആ കുട്ടിയുടെ പേര് പറ. എടാ ആ കുട്ടിയുടെ പേരില് ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു അല്ലെ? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? ഞാൻ പറയട്ടെ, മംഗലശ്ശേരി നീലകണ്ഠന്റെ പേര് ശശി എന്നാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് പേരിൽ എന്തിനൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പേര് ചോദിക്കല്ലേ, പേര് പറ. എനിക്ക് തെറ്റിപ്പോവും. പേര് പറ. കൊച്ചുനിച്ചു. ഞാൻ പറയാം, എന്റെ കൂട്ടുകാരി ഇതാ ഈ വേദിയിലേക്ക് വരുന്നു. ആഫ്രിക്കയിലെ ഒരു രാജ്യത്തു നിന്നും എന്റെ ഒരു കൂട്ടുകാരി കേട്ടിവിടെ. ചാരി നിക്ക്, ഇങ്ങോട്ട് ചാരി നിക്ക്. ഇനി നീ പേര് ചോദിച്ചടാ. What's your name actually? My name is Mutsirisi. അതായത് കേരളത്തില് കൊടുങ്ങല്ലൂരിനപ്പുറത്ത് ഒരു പട്ടണമുണ്ട്, മുസിരീസ് എന്നാണ് അതിന്റെ പേര്. അതുമായി എന്തോ ബന്ധമുള്ള ഒരു പേര്. സ്ലോലി സ്ലോ മോഷൻ. അതുവരെ കറക്റ്റാണ്. അതാണ് പ്രശ്നം. നമ്മുടെ സൗകര്യത്തിന് ഒരു പേരും കിട്ടുകൊടുത്താലോ അല്ലേ? അത് ഓൾറെഡി നമ്മൾ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കുട്ടിയുടെ പേര് എന്റെ കൂട്ടുകാരിയുടെ പേര് പക്ഷെ നമ്മളെ വിളിക്കും സിജി. ഓക്കെ സിജി, ഗോ ടു യുവർ പൊസിഷൻ. അപ്പൊ നമ്മുടെ മുസിഡിസി റെഡിയാണോ ജോ? ഓക്കെ, അപ്പൊ ജോയും മുസിഡിസിയും റെഡിയായ സ്ഥിതിക്ക് നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. ഇതാ വരുന്നു ആദ്യത്തെ പാട്ട്. ടീമേ, 10 എന്തോർമ്മ ഞെക്കിയത്? 9 പഠിക്കോ? 7 6 സിംഗോ സിംഗ് മല്ലോ 4 3 2 1. ഇനി ടീം ബിക്കും ടീം സിക്കും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ പാടിക്കാം. വൺസ് അഗൈൻ. മാത്തു, കല്ലു, എനിക്കതല്ല, നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ മുസിഡിസി കളിക്കുന്നു. അതെ, മുസിഡിസി സിജിമോളെ പോരാ, മുസിഡിസി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ. ക്ഷമയോടെ കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും നേരിടാനായിട്ട് പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത പാട്ട് വരുന്നു മുസിഡിസി. Sing it. ആണോ? പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? നമ്മുടെ മഴ
മഴവിൽ കനവിൻ അതിരിനി പൂമാനം ഈ മുത്തുമണത്തിൽ ചുറ്റും മതിലുകളാകാശം നമ്മുടെ മഴവിൽ കനവിൻ അതിരിനി പൂമാനം ഈ മുത്തുമണത്തിന് ചുറ്റും മതിലുകളാകാശം പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ ഇപ്പൊ ടീം ബിയും ടീം സിയും തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമായി മാറിയിരിക്കുന്നു. ടീം എ വളരെ എന്തിനാണ് വിജയകരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതല്ല നിങ്ങൾ എന്തിനാ വന്നത്? ഞാനൊരു കാര്യം അല്ല, ചോദിക്കട്ടെ? അങ്ങനെ പറയരുത്. ഈ enjoy തെറ്റാലി ചെയ്യാൻ വെച്ച് അടിക്കാനായിട്ട് അവരെ പോലെ പറ്റിയ ടീം വേറെ ഇല്ല. ശരി, ടീം എക്ക് വേണ്ടി പ്രത്യേകിച്ചും അടുത്ത പാട്ട് വരുന്നു. ആ കുട്ടിയുടെ പേര് മുസിഡിസി. ആ സാധനം. ചുനാറ്റ് ചക്കുരു ചുനാറ്റ് ചുരുരു ടീം സി. ചെല്ലു വിരിഞ്ഞു പല്ലാക്കും മുക്കുത്തി കല്ല് മിനിഞ്ഞു ഇനിയും വരാത്തതെന്തേ? ആദ്യത്തെ വരി അത് must ആണ്. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ട് എവിടെ, 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 എവിടെ? ചുണ്ടത്ത് കണ്ടെത്തിയോ? ചുണ്ടത്ത് ചുണ്ടത്ത് ചെത്തിപ്പൂ ചെന്തു വിരിഞ്ഞു അടിപൊളി അടിപൊളി. മാത്തു, യെസ് കലു. സത്യത്തിലുണ്ടല്ലോ മാത്തു, ആ. മേഘന ഇല്ലായിരുന്നെങ്കിൽ ആ. ഈ എപ്പിസോഡ് എവിടെയൊക്കെയോ എത്തിയേനെ. അതെ അതെ. സത്യം. മേഘനയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ. നല്ല രീതിയിൽ പോയേനെ. ഇല്ലല്ല, സത്യമായിട്ട് മേഘന ഈ എപ്പിസോഡിന്റെ ഐശ്വര്യം നമ്മൾ അവസാനം എഴുതി കാണിക്കാൻ പോവാ. മേഘന വാ. ഞാനോ? മേഘന ഒരു കൊറിയോഗ്രാഫർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് മാത്തുക്കുട്ടിയും ഡാൻസ് കളിക്കുന്ന അതില്ല. മേഘനയുടെ ടാസ്ക് ഇതാണ്. മേഘന ഈ പാട്ടിട്ട് തരും. മേഘന കുറെ സ്റ്റെപ്പ് ഇട്ടിട്ട് മാത്തുക്കുട്ടിക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കും. റെഡി? സിമ്പിൾ. മേഘന ഇപ്പൊ ശരിയാക്കി തരും. ഞാനും മുസിഡിസിയും കൂടെ ഇവിടെ നിന്ന് കാണാം. മതി. മതിയാ? വളരെ ഗുരുവേ നമ്മ. പ്രിയ പ്രേക്ഷകരെ, ഗുരുദക്ഷിണയായിട്ട് മേഘനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഡാൻസ് ഈ പാട്ടിൽ ഒറ്റയ്ക്ക് മാത്തു കളിച്ച് കാണിക്കും. ഗുരുദക്ഷിണ ഇമ്പോർട്ടന്റ് അല്ലേ? ഗുരു പറഞ്ഞ കേൾക്കണം. ഗുരുദക്ഷിണയായിട്ട് മാത്തു ഇപ്പൊ അത് കളിക്കും ഒറ്റയ്ക്ക്. രണ്ടോട്ടോ ഒരു സൈഡിൽ രണ്ടോട്ടോ. ഇനിയുണ്ടല്ലോ, ഇനി ബംഗാള പള്ളിയിൽ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് നോട്ടീസില് മാത്തുക്കുട്ടി അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ അടിപൊളിയല്ലേ? ഇതിന്റെ പേര് മാറ്റണോ? കുട്ടിക്ക് ഡാൻസ് അറിയാന്നാക്കണോ? ജോസഫേ, കുട്ടിക്ക് ഡാൻസ് അറിയാം. അവസാനിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക്. പായാ ഹായാ കിരക്കിന്റെ പരകിര മരഹേ ആണോ?
ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ചരിത്രത്തിൽ ഒരുപാട് പേര് പലതരത്തിലുള്ള ബെറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ റൗണ്ട് മുതൽ ഏറ്റവും അവസാനത്തെ റൗണ്ട് വരെ 15,000 വെച്ച് മാത്രം കളിച്ച ഒരൊറ്റ ടീമേ ഉള്ളൂ. അതാണ് ഈ ടീം സി. അവരാണ് വിജയിച്ചിരിക്കുന്നത്. 1,60,60,000 രൂപ. ജിങ്കാലേ മീനാച്ചി ജിങ്കിടി ജിങ്കാലേ വല്ലകം പോന പോക്ക് പാറ് ജിങ്കിടി ജിങ്കാലേ. മുസിഡിസിയുടെ പാട്ടിന്റെ കഴിവുകൊണ്ട് ഇതാ ടീം സി ജയിച്ചിരിക്കുകയാണ്. മഞ്ഞക്കിളിയുടെ ചഞ്ചര ചഞ്ചം മഞ്ഞക്കിളിയുടെ മൂടി പാട്ടുണ്ട്. 1,60,60,000 രൂപ. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസ് അപ്പ് കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈജി, കോ-പവർഡ് ബൈ ഡോക്ടർ മോംസ്, കൈരളി GMG, കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ എറ്റേണ, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഈസ്റ്റേൺ ആൻഡ് ഇലക്ട്രോണിക് പാർട്ണർ പിട്ടാപ്പള്ളി ഏജൻസീസ്.